നമസ്കാരം. വലിയ വലിയ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്ന രീതി ഇല്ലെങ്കിൽ പഠിക്കുന്ന രീതി, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം. അതായത് വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഇതൊക്കെ ആദ്യമായിട്ട് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ ചോദ്യമുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ ഇത് പൂർണ്ണമായിട്ടും വായിക്കണമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇന്ന് പലരും എഴുതി വിടുന്നു, സഹസ്രനാമം പാരായണം ചെയ്യുക, ഇല്ലെങ്കിൽ അഭിപ്രായപ്പെടുകയാണ് സഹസ്രനാമം ചെയ്തു കഴിഞ്ഞാൽ നന്നാവും. ശരി, എന്നാൽ ഞാൻ ഇന്ന് മുതൽ സഹസ്രനാമം ജപിച്ചേക്കാം എന്ന് തീരുമാനമെടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം പുസ്തകം എടുത്തു വെച്ച് തുറന്ന് വായിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സംസ്കൃതം അറിയാത്തവർക്ക് അത് വായിക്കുവാനായിട്ട് നന്നേ ശ്രമം ആയിട്ട് തോന്നിയേക്കാം. ഒരുപക്ഷെ അതൊരു 1 മണിക്കൂറാവും മുഴുവനായിട്ട് വായിച്ച് തീരുമ്പോഴത്തേക്കും. അന്ന് അയ്യോ 1 മണിക്കൂറായി, ഇനി ഞാനിത് തൊടില്ല എന്ന് ആ പുസ്തകത്തെ കൊണ്ട് അവിടെ കൊണ്ട് വയ്ക്കും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇതെങ്ങനെയാണ് നാം ശീലിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എങ്ങനെയാണിത് പഠിക്കുവാനുള്ള എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. കാരണം വേദം വാമൊഴിയിലൂടെയാണ് പഠിച്ചു വന്നത്. അന്ന് ടെക്സ്റ്റുകൾ എഴുത്തൊന്നുമില്ല. കാരണം പറയുന്നതെല്ലാം തന്നെ മനുഷ്യന് എഴുതുവാൻ സാധിക്കില്ല. അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതിലേക്ക് കിടക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ വാമൊഴിയായിട്ട് നാം ശ്രവിക്കുന്നു, പറയുന്നു, ശ്രവിക്കുന്നു, പറയുന്നു, അങ്ങനെ തലമുറ 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 കൈവന്ന് അങ്ങനെ മാറിക്കൊടുത്ത് തലമുറയിലേക്ക് പകർന്നു കൊടുത്ത് വേദം ശീലിച്ചു വന്നു. അങ്ങനെ തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് അച്ചടിയിൽ നമുക്ക് ലഭ്യമാണ്. ആദ്യ ദിവസം വിഷ്ണു സഹസ്രനാമം ഉദാഹരണത്തിനായിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത്? ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഇതാണ് ആദ്യത്തെ 2 വരി. ഇതെങ്ങനെയാണ് നാം ശീലിക്കേണ്ടത്? ഇത് പഠിച്ചിട്ടില്ലാത്ത ഒരാൾ ആദ്യമായിട്ട് ഈ 2 വരി എടുക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും എന്ന് ആ പദം ഉച്ചരിക്കുന്നു 2 പ്രാവശ്യം. ശുക്ലാംബരധരം വിഷ്ണും, ശുക്ലാംബരധരം വിഷ്ണും. അടുത്തത് ശശിവർണം ചതുർഭുജം, ശശിവർണം ചതുർഭുജം 2 പ്രാവശ്യമായി. പ്രസന്നവദനം ധ്യായേത്, പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ, സർവവിഘ്നോപശാന്തയേ എന്ന് 2 പ്രാവശ്യമായി. ഇങ്ങനെ 10 പ്രാവശ്യം ഈ ശ്ലോകം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് ഹൃദ്യസ്ഥമായി കഴിഞ്ഞു. 5 സ്റ്റാൻസ, ഇല്ലെങ്കിൽ സാധിക്കുന്നത് 10 പറ്റുമെങ്കിൽ 10 സ്റ്റാൻസാസ് എടുക്കുക, 10 വരികൾ എടുക്കുക, 5 വരികൾ എടുക്കുക, സാധിക്കുന്നത് പോലെ, സമയം ഉള്ളതുപോലെ. അതിനെ റിപ്പീറ്റഡ്ലി നാം വായിക്കുന്നു. അപ്പോൾ ഒരു പദം ഇല്ലെങ്കിൽ, കാരണം ഇതൊരു ഓരോ ഛന്ദസ്സാണ്, ഓരോ മീറ്ററാണ്. 32 അക്ഷരമുണ്ടെങ്കിൽ 16 വരി ആയിരിക്കും, ഇല്ലെങ്കിൽ 32. അതിനെ ഭാഗിച്ച് പകുതിയാക്കി നാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ വയ്ക്കുവാനുള്ള ശ്രമമാണ്. ശുക്ലാംബരധരം വിഷ്ണു അത് 2 പ്രാവശ്യം ചൊല്ലി നോക്കിയ ശേഷം ശശിവർണം ചതുർഭുജം, ശശിവർണം ചതുർഭുജം എന്ന് പറയുന്നു. എന്നിങ്ങനെ ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൃദ്യസ്ഥമായി കഴിഞ്ഞു. അത് നോക്കി വായിക്കുവാൻ വളരെ എളുപ്പം സാധിക്കും. അങ്ങനെ 10 വരികളായി നാം പഠിച്ച് വരുമ്പോൾ ഒരു 20 ദിവസം കൊണ്ട് പൂർവാംഗത്തോടുകൂടി ഉത്തരാംഗത്തോടുകൂടി വിഷ്ണു സഹസ്രനാമം തീരും. ഒരു 20 ദിവസത്തിന് ശേഷം പൂർണ്ണമായിട്ടും വിഷ്ണു സഹസ്രനാമം എന്നുള്ളത് ഒരു അരമണിക്കൂറിനകം സമാധാനമായിട്ട് വൃത്തിയായി ചൊല്ലുവാൻ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അല്ലാതെ ആദ്യ ദിവസം തന്നെ നാം ഇത് ജപിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും ജപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നേരാവണ്ണം പഠിക്കാനും പറ്റില്ല, ശീലിക്കാനും പറ്റില്ല. ഈ റൂൾ എല്ലാ ശ്ലോകവും വേദവും എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആചാര്യൻ 1 പ്രാവശ്യം പറയുന്നു, ശിഷ്യഗണങ്ങൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഏത് ശ്ലോകമായാലും ശരി 1 പ്രാവശ്യം പറയുന്നു, അത് ശ്രവിക്കുന്നു, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയ
ഏത് ശ്ലോകം പഠിക്കുവാൻ ആയിട്ടും ഇത് ഉപയോഗിക്കാം. ദേവി മഹാത്മ്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. ആദ്യം ഒരു 10 വരി എടുക്കുന്നു, ആ 10 വരി ഇതുപോലെ വായിക്കുന്നു, ഇതുപോലെ പറയുന്നു, ചൊല്ലുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഇന്നലെ പഠിച്ച 10 വരികൾ റിവൈസ് ചെയ്ത ശേഷം അടുത്ത 10 വരികൾ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൽ ആർക്കും ദോഷം വരില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. കാരണം ഇന്ന് പല സ്ഥലത്തും സംശയമാണ്, പകുതിക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇത് വിഷ്ണുവിന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്. വിഷ്ണുവിന് ഇനിയും വിഷ്ണു സഹസ്രനാമം ഒന്നും ആവശ്യമില്ല, നമുക്കാണ് വേണ്ടത്. അപ്പം നമ്മൾ പഠിക്കുകയാണ്, അത് വിഷ്ണുവിനെ അറിയാം. ആയതിനാൽ പകുതിക്ക് വെച്ച് നിർത്തുക എന്നുള്ള തോട്ട് പ്രോസസ്സ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി പാരായണം പൂർണ്ണമായിട്ടും ചെയ്ത് തുടങ്ങിയ ശേഷം നമ്മൾ പൂർണ്ണമായിട്ടും പാരായണം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ, നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ മനസ്സ് തളരരുത്, തീർച്ചയായിട്ടും നിർത്താം. അത്യാവശ്യ ഘട്ടം ആ ഘട്ടത്തിൽ വേണ്ടി വന്നാൽ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ പ്രായേണ നമുക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഈ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഒരു വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം സുഖമായിട്ട് ജപിച്ച് നല്ല പ്രൊണൗൺസിയേഷനോടുകൂടി ജപിച്ച് മുന്നോട്ട് പോകുവാനായി സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.